കൈൻഡ് ഓഫ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു മാർക്കറ്റ്. 100%. എനിക്ക് എല്ലാത്തിനോടും ചെറിയൊരു ഇൻട്രസ്റ്റ് കൂടുതലാണ്. അറിയാനുള്ള തോര അറിയാം. കോവിഡ് മുൻപേ കോവിഡിന് ശേഷം അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയാറ്. റോഡിൽ കൂടെ പോകുന്നുണ്ട്, ഒരു കുഴി കണ്ടു, ഫസ്റ്റ് ദിവസം കുഴിയിൽ വീണു, സെക്കൻഡ് ദിവസം കുഴിയിൽ വീണു, മൂന്നാം ദിവസം തൊട്ട് നമ്മളെ സൈഡിൽ കൂടെ എടുക്കണം എന്നുള്ളൊരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുമല്ലോ. അടുത്ത ജനറേഷനിലോട്ട് വരുമ്പോൾ റിപ്പീറ്റ് അല്ലേ, അവര് ലോൺ എടുക്കുന്നു, അടയ്ക്കുന്നു, പിന്നെ തീരുന്നു. നമ്മള് മൊത്തത്തിൽ ഒന്ന് പാനിക്കായി. കാരണം വെച്ചാൽ മാർക്കറ്റിൽ നമ്മൾ കാണാത്തൊരു ആക്ടിവിറ്റിയാണ് ആ സമയത്ത് അവിടെ നടന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ റിസ്ക് കം ഫ്രം നോട്ട് നോയിങ് വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പറ്റി നമുക്കൊരു ധാരണയില്ലാത്തതാണ് ഇവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് ഞാനല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫറ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. പക്ഷേ എന്നാൽ കൂടി ഇവിടെ ഒരുപാട് തട്ടിപ്പുകളും സ്കാമുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിനായി നമ്മുടെ കൂടെ ഇന്ന് പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത് സുജിത് എസ് ആണ്. ഇദ്ദേഹം ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ് വിത്ത് 10 years of experience in stock market. So welcome to the show. നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് അല്ലേ. അത് ഇപ്പോൾ കോവിഡ് മുൻപേ കോവിഡിന് ശേഷം അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയാറ്. ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാലം മുമ്പല്ലേ ശരിക്കും സുജിത്ത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നേ. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഒരു ആറേയായി ആ ഒരു ജേണി ഒന്ന് പറയുമോ? എൻ്റെ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-16 കാലഘട്ടത്തിലാണ്. അതിന് മുന്നേ തന്നെ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കാര്യമായിട്ട് അറിയാമായിരുന്നു. അതിൽ മേജറായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഡിഗ്രി കാലത്ത് പഠിക്കുമ്പോൾ തന്നെ ഷെയർ അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പോഴാണ് അത് IPO പ്രോസസ്സ് എന്നുള്ള ആക്ടിവിറ്റിയാണ്. അതിന് മുന്നേ തന്നെ ഷെയർ അപ്ലിക്കേഷൻ കൊടുക്കണം. അതിൽ ഇപ്പോൾ ഒരു 1000 ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 500 ആപ്ലിക്കേഷൻ മാത്രമേ അലോട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നുള്ളൊരു ആക്ടിവിറ്റിയിലാണ് ശരിക്കും ഒരു സ്റ്റോക്ക് ലിസ്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് നമുക്ക് ഇതിലായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 2016 ഒരു അഡ്വൈസറി കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ട്. അത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു റിസർച്ച് ഫേമായിരുന്നു. അതിൻ്റെ CEO ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ആ കമ്പനി ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ടൈമായിട്ട് നോട്ട് നിരോധനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് തന്നെ എന്താ പറയുക, നമ്മൾ മൊത്തത്തിൽ നിന്ന് പാനിക്കായി. കാരണം വെച്ചാൽ മാർക്കറ്റിൽ നമ്മൾ കാണാത്തൊരു ആക്ടിവിറ്റിയാണ് ആ സമയത്ത് അവിടെ നടന്നത്. കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നോർമലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, എന്നാൽ എന്താ പറയുക അൺപ്രഡിക്റ്റബിളായിട്ട് മൂവ് ചെയ്യാറുമില്ല, എന്നാൽ ഡ്രാഫ്റ്റിക്കായിട്ട് ഇറങ്ങാറുമില്ല. പക്ഷെ പെട്ടെന്നൊരു ഇറക്കം നമ്മളെ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ടൈം ആയപ്പോൾ നമ്മളത് എന്താ പറയുക ഉൾക്കൊള്ളാൻ കുറച്ച് സമയം കൂടുതലെടുത്തു. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ സമയം നമുക്ക് നന്നായിട്ട് എടുത്തു. പിന്നെ നമ്മളെ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ആയപ്പോൾ നമുക്കത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ മാർക്കറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റികൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പറ്റുമ്പോഴാണല്ലോ കുറച്ചും കൂടെ ആക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇതിലേക്ക് വരുന്നത്. ബികോം ആണ് പഠിച്ചത്. ബികോം ഫിനാൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്താ പറയുക ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിലുണ്ട്. കോളേജിൽ പഠിച്ചത് വെച്ചിട്ടാണ് ഇങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനത്തെ ഒരു മേഖലയെ പറ്റി അറിഞ്ഞു വന്നത്? ശരിക്കും കോളേജിൽ പഠിച്ചതിൽ നമുക്ക് ആകെ കൂടെ ഷെയർ അപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് അങ്ങനത്തെ കാര്യം മാത്രമേ അറിയുള്ളൂ. ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിയലൈസ് ചെയ്യണ നമുക്കൊരു ആക്ടിവിറ്റീസും ഉണ്ടായിട്ടില്ല. ശരിക്കും ജോബ് എന്നുള്ള പ്രൊഫൈലിൽ കയറിയപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി തന്നെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനത്തെ ഒരു ഫേമിലോട്ട് കയറുക എന്നാണ് ഉദ്ദേശിച്ചത്? അതുപോലെ ഇപ്പോൾ ബികോം കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് അങ്ങനത്തെ ഒരു പൊസിഷനിലോട്ടല്ലേ പോകുന്നത്? ശരിക്കും ഞാൻ അക്കൗണ്ടിങ് പൊസിഷനിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 months കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഒരു റിസർച്ച് അനലിസ്റ്റ് ഉണ്ടായിരുന്നു. ആൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ആ ഹെൽത്ത് ഇഷ്യൂ വന്നത് കാരണം അന്ന് ആള് നമ്മുടെ അഡ്വൈസറി സർവീസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെക്കമെൻഡേഷൻസ് പോകുന്നൊരു ഫാമിലിയായിരുന്നു. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇതിലേക്ക് എന്നെ ഇട്ടു.
റിസർച്ചിലേക്കായി. ഓൾറെഡി ഞാൻ അക്കൗണ്ട്സിലാണ് അവിടെ ജോബിന് പോയത്, പക്ഷെ എന്നെ റിസർച്ചിലേക്ക് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്തു. അതൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എന്താ പറയുക, നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു അറിയാത്തൊരു കാര്യത്തിലേക്ക് കൊണ്ടിടുന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, എക്സൈറ്റ്മെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ നമുക്ക് ചില സമയത്ത് ഒരു കൺഫ്യൂസിങ്. കാരണം വെച്ചാൽ നമ്മൾ അറിയാത്തൊരു സാധനം പെട്ടെന്ന് ചെയ്യാൻ പോകുന്നു. അത് നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മുടെ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ബുദ്ധിമുട്ടായിട്ടല്ല, പിന്നെ ഫസ്റ്റ് നമുക്ക് കുറച്ച് കാലം ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തെങ്കിലും പിന്നെ നമുക്കതിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എന്താ പറയുക, നമുക്ക് അറിയാത്തൊരു സാധനം കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുന്നുണ്ട്, ഒരു കുഴി കണ്ടു, ഫസ്റ്റത്തെ ദിവസം കുഴിയിൽ വീണു, സെക്കൻഡ് ദിവസം കുഴിയിൽ വീണു, മൂന്നാം ദിവസം തൊട്ട് നമ്മളെ സൈഡിൽ കൂടെ എടുക്കണം എന്നുള്ളൊരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ വന്ന കുറേ മിസ്റ്റേക്സുകൾ നമ്മൾ ഫസ്റ്റ് തന്നെ കറക്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് കുറച്ചും കൂടെ ജേണി കുറച്ചും കൂടെ ഭയങ്കര രസകരമായി. ഓക്കെ, മനസ്സിലായി വരുന്നതനുസരിച്ച് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ വെച്ചാൽ ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അന്നാണ് ശരിക്കും എന്താ പറയുക, നമുക്ക് ആക്ടിവിറ്റി കൂടുതൽ എപ്പോഴും എഫേഴ്സ് ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കുറവാണ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഭയങ്കര കുറവാണ്. അന്ന് മാർക്കറ്റിനെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് എഫേഴ്സ് മാത്രമാണ്. അതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൻ്റെ റൂട്ടീൻ പോലെ ഒരു ഫസ്റ്റത്തെ ഒരു 15 ദിവസം അപ്പ് സൈഡ് ആണെങ്കിൽ നെക്സ്റ്റ് ഒരു 15 ദിവസം ഡൗൺ സൈഡാണ്. കൈൻഡ് ഓഫ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു മാർക്കറ്റ് 100%. എന്ന് വെച്ചാൽ ഏകദേശം ഒരു നവംബർ ഡിസംബർ സമയമൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ 2 മാസവും മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അവർ ഇയർ എൻഡാണ്. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് എന്നുള്ളത് മാർച്ചാണ്, അതുപോലെ തന്നെ പുറത്തുള്ള എഫേഴ്സിൻ്റെത് ഡിസംബറാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ഏകദേശം നവംബറോടെ സെല്ല് ചെയ്ത് ഒക്കെ കഴിയും. ഡിസംബറും അവർ വെക്കേഷൻ മോഡിലായിട്ട് പോയിട്ട് ജനുവരി ഒരു സെക്കൻഡ് വീക്കോടെയാണ് അവർ മാർക്കറ്റിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഈ 2 മാസം വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇതിങ്ങനെ ചോദിക്കാൻ വരുമായിരുന്നു, ഈ പ്രീ കൊറോണ പോസ്റ്റ് കൊറോണ ഈ ഒരു 2 സമയത്തും സുജിത്ത് മാർക്കറ്റിലുണ്ടായിരുന്നു. ഈ സമയത്ത് വന്നൊരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തത്? കൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും നമ്മളെ മൊത്തത്തിൽ ആ മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഡിഫറൻസാണ് ഫീൽ ചെയ്തേ? മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മുന്നേ ഇപ്പോൾ പണ്ട് കാലത്ത് ഞാനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, അതൊരു ഫ്രോഡല്ലേ, ഫ്രോഡ് പരിപാടിയല്ലേ, സ്കാം അല്ലേ, അത് ഫുള്ള് വെട്ടിപ്പാ. പക്ഷെ ആ പറഞ്ഞ ആൾക്കാർ തന്നെ 2020 ശേഷം ഭയങ്കരമായിട്ട് മാർക്കറ്റിലേക്ക് ആക്റ്റീവായി. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്റ്റോക്ക് ഇങ്ങനെ മേടിച്ചാൽ ലാഭം കിട്ടുമോ, അങ്ങനെ ഒരു ചോദിക്കണ ഒരു ലെവലിലേക്ക് എത്തി. അത് കോവിഡ് എന്ന് പറഞ്ഞ വലിയൊരു ആക്ടിവിറ്റി വന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ആരും നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക പോലില്ല. ശരിക്കും കോവിഡ് വന്നത് നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഒരു നല്ലൊരു സമയമായിരുന്നു. നല്ലൊരു സമയം എന്നല്ല, എന്നുവെച്ചാൽ മുന്നെന്ന് വെച്ചാൽ എഫേഴ്സാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവ് ആക്കുന്നതും നെഗറ്റീവ് ആക്കുന്നതും എഫേഴ്സാണ്. ബട്ട് അതിന് ശേഷമുള്ള ഹ്യൂജ് ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒരു കമ്പനീനെ ആവശ്യമില്ലാണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റില്ല. മറ്റെന്ന് വെച്ചാൽ അവർ ആ കമ്പനി നശിക്കട്ടെ എന്ന് വെച്ചാൽ അപ്പം നശിപ്പിക്കും. ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മാറി മറ്റേ ഡൊമസ്റ്റിക് അതിൻ്റെ ഒപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ വന്നതുകൊണ്ട്, അത് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇപ്പോൾ റീറ്റെയിലേഴ്സ് ഡയറക്റ്റ് പോയി സ്റ്റോക്ക് മേടിക്കുന്നതെന്നല്ല, റീറ്റെയിലേഴ്സ് സ്റ്റോക്ക് മേടിക്കൽ വളരെ കുറവാണ്. ആ സമയത്ത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർ കുറച്ചും കൂടെ നോളജായി, ജനകീയമായി. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ വരെ എല്ലാവരും ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഹോം ലോൺ എടുക്കുന്നു, ഒരു വീട് വെക്കുന്നു, 10-30 വർഷം പണിയെടുക്കുന്നു, ഹോം ലോൺ അടച്ച് തീർക്കുന്നു, ആ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. പക്ഷേ അവർക്ക് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഈ ഹോം ലോൺ നേരത്തെ തീർക്കണം, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് അവർ കൂടുതലായിട്ട് നോക്കിയത്. ആ സമയത്താണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ആക്ടിവിറ്റീസിലേക്ക് ആൾക്കാരെ ശരിക്കും ഇറങ്ങാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിന് ഇതിനൊരു പങ്കില്ല. അതായത് കൂടുതൽ അറിവുകൾ ഇപ്പോൾ നോർത്ത് സൈഡിൽ നിന്നാണെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും പല പല ഇൻഫ്ലുവൻസേഴ്സ് വന്നു തുടങ്ങി. അവർക്ക് ഇതിനൊരു പങ്കില്ല, അതായത് കൂടുതൽ ആൾക്കാരെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഡ്രൈവ് ചെയ്യുന്നതിൽ. ഷുവറായിട്ടും. കാരണം വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് പണ്ട് കാലത്ത് ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിസോഴ്സും ഇല്ല ഒരു കാര്യങ്ങൾക്കും. ഇപ്പം നമുക്കിനെ കേരളത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഒന്നുള്ളൂ. ഇപ്പം
എൻ്റെ ഒരു അറിവിൽ അന്നുണ്ടായിരുന്ന ഇത് ബ്രോക്കിംഗ് കമ്പനി തന്നെ കേരളത്തിൽ 2 ബ്രോക്കിംഗ് കമ്പനി ഉണ്ടായിരുന്നു, ജിയോജിത്തും DBS എന്ന് പറഞ്ഞു. പിന്നെ എന്നുള്ളത് പറഞ്ഞ സാറിൻ്റെ ഇക്വിറ്റി ഇൻ്റലിജൻസ്. ഈ കമ്പനീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പക്ഷെ അവിടെ നിന്ന് ലേണിംഗ് പ്രോസസ്സ് ഇല്ല. അവരെന്ന് വെച്ചാൽ അവിടുത്തെ ആക്ടിവിറ്റി അവർ ചെയ്തു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ റിസർച്ചിലേക്കായാലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഭയങ്കര കുറവായിരുന്നു. കൂടുതൽ ആൾക്കാർക്ക് അറിയാത്തൊരു മേഖല കോഡ് വന്നപ്പോൾ കൂടുതൽ ആൾക്കാരിൽ എത്തി. പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയ ഒരു ജനകീയമാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാത്തവർ വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലാവർക്കും ഒരു പാസീവ് ഇൻകം വേണമെന്ന് എപ്പോഴും ആഗ്രഹമാണ്. അപ്പോൾ നമുക്കൊരു ഓൾറെഡി ഒരു ജോബുണ്ട്, ആ ജോബിൽ കൂടെ കിട്ടുന്ന ഇൻകം അല്ലാണ്ട് നമുക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം വേണമെന്നുണ്ട്. ആ ഇൻകം എന്താ പറയുക, നമുക്കൊരു കമ്പനിയിൽ പോയിട്ട് ഒരു ഷെയർ കൂടുന്ന പോലെ തന്നെ നമുക്കൊരു സ്റ്റോക്കിലേക്ക് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റോക്കിലേക്ക് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെ പോയി ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ആ സ്റ്റോക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു കമ്പനീനെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താ പറയുക OTT ഒക്കെ വന്നു. ഇപ്പോൾ ഇനി മുന്നേ ഉണ്ടെന്ന് ഡിഷ് TV ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ 2017-18 അന്ന് ഡിഷ് TVക്കൊക്കെ ഒരു 150 രൂപ റേറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ഷെയറിൻ്റെ വാല്യൂ ഇന്ന് 10 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് അത് റിഫ്ലക്റ്റ് ആവും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, പണ്ട് സാധാ TV ആയിരുന്നു, പിന്നെ LCD ആയി, LED ആയി, മാറിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണതും മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മാർക്കറ്റിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു നല്ല കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷേ ഈ സമയത്ത് അവർ അതിൻ്റെ അപ്ഡേഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫ്യൂച്ചർ ഒരു ഇതുകൂടെ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യണം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ജേണിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് എപ്പോഴാണ് എനിക്കൊരു RA ലൈസൻസ് വേണം അല്ലെങ്കിൽ ഒരു RA ആകണം എന്നൊക്കെ തോന്നി ആ ഒരു ഭാഗത്തോട്ട് പോയത്? അത് കുറച്ചുകൂടെ ഒരു എന്താണ് കരിയർ വൈസ് ഒരു ഗ്രോത്ത് അല്ലേ? അപ്പം എപ്പോഴാണ് അങ്ങനെ തോന്നി? എന്തുകൊണ്ടാണ് RA അങ്ങനെ ഒരു ചൂസ് ചെയ്ത് പോയത്? അല്ലേ, എനിക്ക് ഓൾറെഡി ഇതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ജേണി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും പ്രോപ്പറായിട്ട് ലൈസൻസ് വേണം. നമുക്കിപ്പോൾ ഇപ്പോൾ ഞാനൊരു എംപ്ലോയി ആയിട്ട് ഇരിക്കുന്നെങ്കിൽ എനിക്കൊരിക്കലും ലൈസൻസ് വേണ്ട. ബട്ട് എനിക്കൊരു ഓണർ ആവണമെങ്കിൽ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റണം. ജോലി കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്ക് മനസ്സിലാവും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന്. ഞാൻ പഠിച്ചത് ഒരു സമയം പോലെയല്ല ഇപ്പോഴത്തെ സമയം. അപ്പോൾ അവർക്കൊരു ജോലി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സിന് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഏത് സ്റ്റോക്ക് എല്ലാവരും പറയും, ഇപ്പം എൻ്റെ ഫ്രണ്ട് ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു, അടുത്ത മൾട്ടിബാഗർ ആണെന്ന് പറഞ്ഞു എന്നെല്ലാവരും പറയും. പക്ഷേ മൾട്ടിബാഗർ ആവണമെങ്കിൽ ആ സ്റ്റോക്കിൽ എന്താണ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫണ്ടമെന്റൽസ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, ഫണ്ടമെന്റൽസ് നോക്കുകയും വേണം. അതിൻ്റെ ബിസിനസ് മോഡൽ, അവർക്ക് ബിസിനസ് ഉണ്ടാകും. ഏതൊരു കമ്പനിക്കും ബിസിനസ്സാണ് വേണ്ടത്. ഒരു ബിസിനസ് ഓക്കെയാണോ, അവരുടെ മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുകയാണ്, മാനേജ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ടോ, അതാണ് നമുക്ക് മേജറായിട്ട് നോക്കേണ്ടത്. ഇന്നോവേറ്റീവ് യങ് അങ്ങനത്തെ ഉള്ള ആൾക്കാർ വരുന്നുണ്ടോ, നമ്മൾ അവർ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് പോവുള്ളൂ. ഇല്ല നമ്മളിപ്പോൾ പഴയ പാറ്റേൺ തന്നെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഒരു പലചരക്ക് കടക്കാരെന്ന് വിചാരിക്കുക, ഒരു കിലോ അരി മേടിക്കുന്നു, ഒരു 35 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു, ആൾ 30 രൂപയ്ക്ക് മേടിക്കുന്നു, 35 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചുള്ള ആൾ ചെറിയ പ്രോഫിറ്റിൽ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ആളെ ബിസിനസ് കുറച്ചും കൂടെ വൈഡാക്കണം എന്ന് വിചാരിക്കാം. വൈഡാക്കണമെങ്കിൽ അതൊരു സൂപ്പർ മാർക്കറ്റ് ആക്കിയാലേ കുറച്ചും കൂടെ വൈഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൈഡാക്കുന്ന സമയത്ത് എന്തായും ആൾക്ക് ബിസിനസ് കൂടും. അപ്പോൾ എന്ന് വെച്ചാൽ ആൾക്ക് ഓൾറെഡി 30 രൂപ എന്നുള്ള സാധനം ചിലപ്പോൾ 25 രൂപ കിട്ടും. അതിൻ്റേതായ എന്താ പറയുക, ആളുടെ അന്നത്തെ എക്സ്പെൻസ് കൂടും, എംപ്ലോയീസിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും, മാർക്കറ്റിംഗ് സ്റ്റൈല് മാറ്റേണ്ടി വരും. ബട്ട് ആ റിസ്ക് എടുക്കുമ്പോഴാണ് ആ ബിസിനസ് കുറച്ചും കൂടെ സക്സസ് ആവുക. പക്ഷെ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ, നല്ല അതിലും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാം. റവന്യൂ മാത്രമല്ല, ഇപ്പം എന്താ പറയുക, നമുക്ക് എന്ത് സാധനം മേടിച്ച് വിൽക്കുമ്പോഴും ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് സാധനം മേടിച്ച് വിൽക്കണമെങ്കിലും പ്രോഫിറ്റിൽ വിൽക്കുക എന്നുള്ളൊരു സ്റ്റൈൽ നമുക്കുണ്ടല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ അത് കുറവിൽ മേടിക്കാൻ പറ്റിയല്ലോ. കുറവിൽ മേടിക്കണമെങ്കിൽ നമുക്ക് അത്രയും ബ്രാഞ്ചസ് വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു 5 സൂപ്പർ മാർക്കറ്റ് ആയിക്കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ് കൂടി.
നമുക്ക് ചിലപ്പോൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ പൈസ കുറയും. ആ അപ്പം അതാണ് ശരിക്കും എന്താ പറയുക ഒരു ബിസിനസ്സുകാരൻ്റെ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിനനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരിക. ഓ അല്ലാണ്ട് ഒറ്റ ടൈമിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസും കയറില്ല. അവരൊരു പ്ലാൻ ചെയ്യുന്നു, ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂട്ടുന്നു. അപ്പോഴാണ് അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യണ് അവർക്കൊരു അടുത്തൊരു 5 വർഷത്തിൽ ഇത്ര ബിസിനസ് ഉണ്ടാവും, ഇത്ര ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്നാണ് ശരിക്കും എന്താ പറയുക ബിസിനസ് നല്ല രീതിയിലാവുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും RI ലൈസൻസ് അല്ലെങ്കിൽ RI ആകാൻ തന്നെ തീരുമാനിച്ചത് ഒരു ബിസിനസ് മോഡലും അതേപോലെ തന്നെ കുറച്ചുകൂടെ ആ ഒരു മേഖലയിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഇപ്പം എനിക്ക് എല്ലാത്തിനോടും ചെറിയൊരു ഇൻട്രസ്റ്റ് കൂടുതലാണ്. അറിയാമല്ലോ. അപ്പം അതിൻ്റെ മേജറായിട്ട് വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മുടെ പേരൻസിൻ്റെ ഇതിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ ലോൺ എടുക്കുന്നു, അതടയ്ക്കുന്നു, വീണ്ടും ലോൺ എടുത്തു, അതടയ്ക്കുന്നു. അപ്പം എന്ന് വെച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ തീർന്നു പോകണം. അടുത്ത ജനറേഷനിലോട്ട് വരുമ്പോൾ റിപ്പീറ്റ് അല്ലേ, അവരും ലോൺ എടുക്കുന്നു, അടയ്ക്കുന്നു, പിന്നെ തീരുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ആക്കി കാണിക്കാൻ പറ്റുമോ നമുക്കറിയണം. അപ്പം നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് ഫസ്റ്റ് നമ്മളെ അറിയണം. നമ്മൾക്ക് വ്യക്തമായൊരു ലൈസൻസ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നമ്മളതിൽ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ലോൺ എടുക്കുന്നു. ലോൺ എടുക്കാണ്ട് ഇപ്പം ആർക്കും മുന്നോട്ട് അങ്ങനെ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആ ലോണിനെ നമുക്ക് നേരത്തെ അങ്ങനെ ബാക്കപ്പ് ചെയ്ത് തീർക്കാൻ പറ്റും ബുദ്ധിപൂർവ്വം ഫൈനാൻഷ്യലായിട്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോം ലോൺ എടുത്തു, ഒരു 30 വർഷത്തേക്ക് എടുത്തു, ഒരു 50 ലക്ഷം രൂപ എടുത്തെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മളെടുത്തൊരു 11% പലിശക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ 30 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ നല്ലൊരു ടൈമാണ്, ലോങ്ങർ ടൈമാണ്. ഏറ്റവും ഭയങ്കര എന്താ പറയുക, അവർക്ക് നല്ല സമയം ഉണ്ടാവും, ചീത്ത സമയം അതിൻ്റെ ഇടയിൽ വരാം. അപ്പോൾ വെച്ചാൽ ഈ 30 വർഷത്തേക്ക് എടുത്തത് കാരണം ആളുടെ ബേഡൻ ഒരു മാസം 40,000 രൂപ വെച്ച് എല്ലാ മാസം അടയ്ക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഹ്യൂജാണ്. അത് നമുക്ക് എങ്ങനെ ഒരു 15-20 വർഷം കൊണ്ട് തീർക്കാം. അപ്പോൾ നമ്മളൊരു 40 വർഷത്തേക്ക് ഒരു 30 വർഷത്തേക്ക് ഒരു ലോൺ എടുത്തു. 30 വർഷത്തേക്ക് എടുത്ത ലോൺ നമുക്ക് എങ്ങനെ ഒരു 15 വർഷം കൊണ്ട് തീർക്കാം. നമ്മൾ അടയ്ക്കുന്ന 40,000 രൂപ കൃത്യമായിട്ട് തന്നെ അടയ്ക്കുക. പ്ലസ് നമ്മൾ എന്താ പറയുക ഒരു മ്യൂച്വൽ ഫണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഈ അടയ്ക്കുന്ന ലോൺ ചിലപ്പോൾ നമുക്ക് ഇരിക്കുന്നത് ചിലപ്പോൾ ഒരു 10% 15% പലിശയ്ക്കായിരിക്കും. അത് RBIയുടെ റിപ്പോ റേറ്റ് കുറയുന്നതിനനുസരിച്ച് വേറെ ബാങ്കിലേക്ക് മാറ്റിയാൽ EMI അളവ് കുറയും. ഇപ്പം 40,000 എന്നുള്ളത് ചിലപ്പോൾ ഒരു 35,000 ആവും. അപ്പോൾ ആ ഡിഫറൻസ് ഉള്ള ഒരു 5,000 എടുത്ത് മ്യൂച്വൽ ഫണ്ട് അടച്ചാൽ മതി. നമ്മൾ EMIയിൽ വേറെ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ 30 വർഷം കൊണ്ട് തീരേണ്ട ഒരു EMI 15 വർഷം കൊണ്ട് തീർക്കാം. കുറച്ചൊരു ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ചാൽ കുറേ കാര്യങ്ങൾ മാറ്റാൻ പറ്റും. പക്ഷെ അത് നമുക്കത് ഒരു ക്ലയൻറ്റിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ വ്യക്തമായ ഒരു ലൈസൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ ഒരു എന്താ പറയുക ഒരു ഫ്യൂച്ചർ പ്ലാൻ നമുക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ പറയുക, ഇപ്പം ഞാൻ നോർമൽ ഒരാളാണ് എലിസബത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എലിസബത്ത് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. പകരം ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞാൽ ഓക്കെ ആൾക്കപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും. അത് എപ്പോഴും ഒരു ബെനിഫിറ്റാണ്. ഇപ്പം സാധാ ആൾ പറയുന്നതും സെബി രജിസ്റ്റേർഡ് പറയുന്നതും സെയിം ആയിരിക്കും, പക്ഷെ എപ്പോഴും കണക്ട് ചെയ്തെടുക്കുന്നത് സെബി രജിസ്റ്റേർഡിൻ്റെ ഒപ്പീനിയനാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്നിട്ട് കൂടെ ചോദിക്കാൻ വന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയിൽ കുറേ പേര് കടന്നു വരുന്നവരുണ്ട്. ഇവർക്ക് പറ്റിയ ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇവർക്ക് കരിയറിൽ ഒന്ന് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇനി തന്നെ ഇവർക്ക് ആകണമെങ്കിൽ ഇവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് തന്നെ നമ്മളെ മാർക്കറ്റിൻ്റെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നോക്കേണ്ടത്. ഒരു ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനോടൊരു പാഷൻ ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഇപ്പം ചിലർ എന്താ പറയുക ഇതിലേക്ക് ഒരു പാഷൻ ഇല്ലാണ്ട് വെറുതെ വന്ന് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരിക. പൈസ കാരണം അത് മാത്രം എയിം ചെയ്ത് വരിക. അവരെ ഒരിക്കലും ഇതിൽ നിന്ന് സക്സസ് ആവില്ല, നിന്ന് പോകാൻ പറ്റില്ല. ഇതിനോട് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പ് സൈഡും ഉണ്ട്, ഡൗൺ സൈഡും ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് സൈഡിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ നെഗറ്റീവ് സൈഡിൽ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നത് കൂടെ ഇരിക്കും. ഇപ്പം കോവിഡ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എല്ലാവരും പറയും
അത് വന്നു, സ്റ്റോക്ക് മാർക്കറ്റ് വന്നു, തിരിച്ച് കയറി എന്നൊക്കെ പറയും. പക്ഷേ ഈ സമയത്ത് നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കോവിഡിൽ എല്ലാ സ്റ്റോക്കും ക്രാഷായി. ബട്ട് സ്റ്റോക്സിൽ തിരിച്ചു കയറിയത് ഫസ്റ്റ് ലാർജ് ക്യാപ്പാണ് തിരിച്ചു കയറിയത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സൈക്കിളുണ്ട്. ഫസ്റ്റ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞ സെക്ടറാണ് കയറിയിരിക്കുന്നത്. അതിന് ശേഷമാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പോയി ഒരു സ്മോൾ ക്യാപ്പിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് അവിടെ തന്നെ നിൽക്കും. ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.